ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഏടത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏടത്തിയുടെ നാത്തൂൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ വയറ് കാണൽ ചടങ്ങാണ് ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാമെങ്കിലും നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പാത്രങ്ങളോട് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കൂടെ ഇറങ്ങിയതല്ലേ, അപ്പൊ ഇതും കൂടെ അങ്ങ് വാങ്ങാന്ന് വിചാരിച്ചു. ഇതിനി പിന്നെ ഒരിക്കലും ഇറങ്ങണ്ടല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് കുന്നംകുളത്ത് പട്ടാമ്പി റോട്ടിലുള്ള സിൻസിയറിലോട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഇഡലി പാത്രമാണ് കേട്ടോ. ഞങ്ങളുടെ ഇഡ്ഡലി തട്ട് കിണറ്റിൽ വീണു ഗൈസ്. അമ്മ കഴുകിയിട്ട് സൈഡിൽ വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ പശുക്കുട്ടി ഓടി വന്ന് ആകെ ബഹളും തിരക്കൊക്കെ ആയപ്പോൾ അതെങ്ങനെയോ കിണറ്റിലേക്ക് വീണു. ഇഡലി ഞങ്ങളുടെ വീട്ടിലൊരു മുഖ്യ ആഹാരമായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കൂടിയേ തീരൂ. ഉണ്ണിയോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡലി. അപ്പോൾ അതെന്തായാലും വാങ്ങണം. അതും പിന്നെ കുറച്ച് ചില്ലറ പാത്രങ്ങൾ വേറെയും വാങ്ങണം കേട്ടോ. അമ്മയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് പഴയ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുക്കാമെന്നും കരുതി ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചെന്ന പാടെ ആദ്യം ഞാൻ ഇവിടെ മുഴുവൻ നടന്ന് കാണാൻ കേട്ടോ ചെയ്തത്. എനിക്കാണെങ്കിൽ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫിൽറ്ററൊക്കെ പല മോഡലിലും പല ഡിസൈനിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പാത്രങ്ങളും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട്. പല വെറൈറ്റിയിലും പല മോഡലിലൊക്കെയാണ് കേട്ടോ എല്ലാ കളക്ഷൻസും. റൈസ് കുക്കറിൻ്റെ സാധാ കുക്കറിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാ കമ്പനികളുടെയും പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സസ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ബാസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് ബാസ്ക്കറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിലും വെറൈറ്റി കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ. റേറ്റും അത്ര കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം എടുത്തിട്ട് വാങ്ങിത്തരുമോ എന്നാണ് കേട്ടോ ഞാൻ ഈ ചോദിക്കുന്നത്. നോ എന്നുള്ള മറുപടി മാത്രമേ ജിത്തുവിൻ്റെ കയ്യിൽ നിന്നുള്ളൂ കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെറുതെ വെക്കുന്നതാണ് കേട്ടോ. എവിടെ ഇങ്ങനത്തെ പാത്രങ്ങൾ കണ്ടാലും ഞാൻ അപ്പോൾ എടുത്ത് നോക്കും. പിന്നെ ഈ ഒരു മോഡലുള്ള പാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണുന്നത്. അത് കണ്ടപാടെ ഞാൻ എടുക്കുന്ന അറിയാവുന്നതുകൊണ്ട് ജിത്തോടൻ അത് വേഗം അവിടെ വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പാറക്കുട്ടി ഇതാ ഓരോ പാത്രങ്ങൾ എടുത്തിട്ട് നോക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കത്തിയത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ അവൾ ചെയ്യാണ്. കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം തൂക്കി നോക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇഡ്ഡലി പാത്രം എടുക്കാൻ നോക്കുകയാണ്. ഇഡ്ഡലി പാത്രം എടുക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിരുന്നത് അതിൻ്റെ വലിപ്പമാണ് കേട്ടോ. കാരണം ഒറ്റ ട്രിപ്പിൽ ഒരുപാട് ഇഡലി ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും എളുപ്പമല്ലേ. അങ്ങനെ നോക്കി ഞങ്ങൾക്ക് പറ്റുമായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിലും പുറത്തൊക്കെ നമുക്ക് ഓരോന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇത് എന്തായാലും വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജിത്തോട്ടൻ പറഞ്ഞു ഈ പാത്രത്തിൽ ചായ വെച്ചാൽ നമ്മുടെ വീട്ടിൽ തികയില്ല, അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചോളാൻ. അങ്ങനെ ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടിയിലിരിക്കുന്ന ജഗ്ഗുകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ ഒന്ന് വെറുതെ നോക്കിയിട്ടോ. ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഈ മുകളിൽ കാണുന്നതെല്ലാം ഫൈബറിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ. ഉണ്ണികൾക്ക് എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. വെറുതെ 2 ദിവസം കഴിഞ്ഞ് അവർക്ക് ഇതിൻ്റെ ക്രേസൊക്കെ വീടും. അത് കഴിഞ്ഞിട്ട് കണ്ടത് ഫ്ലാസ്ക്കാണ് കേട്ടോ. പല മോഡലിലുള്ള ഫ്ലാസ്കുകൾ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഈ ഒരു ജഗ്ഗിൻ്റെ ഷേപ്പിലുള്ള ഫ്ലാസ്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാനൊരു കുഞ്ഞ് ഫ്ലാസ്ക് കണ്ടത്. കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ ക്യൂട്ട്നെസ്സും പോയി. 500 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയ ഫ്ലാസ്കിന്. ഇത്ര ചെറിയ ഫ്ലാസ്കിന് എന്തിനാ ഇത്രയും റേറ്റ് എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. പിന്നെ നോക്കിയത് സ്പൂണാണ്. പാർക്കുട്ടിക്ക് വേഗം തന്നെ ഒരു സ്പൂൺ എടുത്ത് കയ്യിൽ കൊടുത്തു കേട്ടോ. അത് കിട്ടി അവളങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ പല ഡിസൈനിലും പല മോഡലിലും പല പ്രിൻറ്റിലുള്ള കപ്പുകളുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല അടിപൊളി ലുക്കായിരുന്നു. എല്ലാതും വാങ്ങിത്തരുമോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും നോയിന് തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ മറുപടി. അതിൽ തെറ്റ് പറയാനും പറ്റില്ല. ഇങ്ങനെ കാണുന്ന വീട്ടിലോടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറിയാവുന്ന കെട്ടിയവനോട് നോ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ. എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ അനു. അവളും പാത്രം കണ്ടാൽ വിടില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കിച്ചണിന് ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയ കുഞ്ഞു പാത്രങ്ങളൊക്കെ അവിടെ കണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചു പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ നോക്കിയിരുന്നത് കപ്പാണ് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും വലുതെടുക്കമ്മേ എന്നും പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി ഞങ്ങളുടെ അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും, ഇനി ജന്മമുണ്ടെങ്കിൽ ഈ മരുമക്കളെയും കൊണ്ട് പാത്രങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന്. കാരണം അമ്മയുടെ പോക്കറ്റ് കാലിയാവും. അങ്ങനെ ഓരോ കപ്പ് എടുത്ത് നോക്കി അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്ന് എടുക്കുന്നത്. പിന്നെ നോക്കിയത് കടുക് വറക്കാനുള്ള പാത്രമാണ് കേട്ടോ. എനിക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കൽ വാങ്ങിച്ചത് അത്ര നല്ലതല്ല കേട്ടോ. ഇത്തവണ അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ആ ചേട്ടനോട് ശരിക്കും ചോദിച്ചിട്ടാണ് കേട്ടോ ആ പാത്രം സെലക്ട് ചെയ്തത്.
അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് ഡവറുകളും ചെറിയ ചെറിയ പ്ലേറ്റുകളും മൂടികളായിട്ട് കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വേറെ എടുത്തു കേട്ടോ. ഇതിനിടയിൽ അമ്മ ഒരു കലം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം പറക്കിക്കൂട്ടി ഞങ്ങൾ ബില്ലടിക്കാനായിട്ട് വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പാത്രങ്ങളൊന്നും കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും നോക്കുകയാണ് ഓരോന്ന്. പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇവിടെ, എന്നും ഓഫേഴ്സും എക്സ്ചേഞ്ച് മേളയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കടയാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാം കേട്ടോ. ഇതിനിടയിൽ പാറക്കുട്ടിക്കാണ് കേട്ടോ ഞാൻ സ്പൂൺ എടുത്തത്, തമ്പുരുമോൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വഴക്കാവണ്ടെന്ന് കരുതിയിട്ട് വേഗം തമ്പുരുമോൾക്കും കൂടെ സെയിം കളറുള്ള സ്പൂൺ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ബില്ലടിച്ച് ഇറങ്ങാൻ നേരം കേട്ടോ ഞാൻ ഈ ക്യൂട്ടായിട്ടുള്ള മണി ബോക്സ് കണ്ടത്. കണ്ട വഴിക്ക് ചിത്തുവേട്ടനോട് വാങ്ങിച്ച് തരുമോ ചോദിച്ചപ്പോൾ നോ തന്നെയായിരുന്നു മറുപടി. അതിന് ചിത്തുവേട്ടൻ്റെ കയ്യിൽ മറ്റൊരു ലോജിക്ക് ഉണ്ട് കേട്ടോ, അത് പിന്നീട് ഒരിക്കൽ പറയാം. അങ്ങനെ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ വേഗം കാറിൽ കയറിയിട്ട് ഉണ്ണികൾക്ക് പാല് കൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.